വെറ്റിലപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശി 52 വയസ്സുള്ള എളംപ്ലാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത്. തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. വാരിയലിനുൾപ്പെടെ പരിക്കേറ്റ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30-ഓടെ വെറ്റിലപ്പാറ 14-ലായിരുന്നു സംഭവം. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു ജിമ്മി. ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ആന തുമ്പിക്കൈ കൊണ്ട് ജിമ്മിയെ എടുത്തെറിയുകയായിരുന്നു. ജിമ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ശബ്ദമുണ്ടാക്കി ആനയെ അവിടെ നിന്നും തുരത്തി കാടുകയറ്റിവിട്ടത്. രാത്രിയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും നേരം വെളുത്തതോടെ ദേഹമാസകലം നീരുവെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എക്സ്റേയിൽ വാരിയലിന് ചിഹ്നലുള്ളതായി കണ്ടെത്തി. പല്ലുകളും ഇളകിയിട്ടുണ്ട്. നിരന്തരം കാട്ടാനാക്രമണമുള്ള പ്രദേശം കൂടിയാണ് വെറ്റിലപ്പാറ. പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുറത്തേക്ക് പോയായിരുന്നു. ഞാൻ മാപ്പിളുടെ വീട്ടിൽ വൈഫ് കൊല്ലത്ത് ജോലി പിള്ളേരും അവിടെയാണ് പഠിക്കണത്. അപ്പം അങ്ങനെ ഫുഡ് പഠിച്ചിട്ട് വരുമ്പം ആന റോഡിൽ ഒരു പ്ലാവിൻ്റെ അവിടെ നിന്ന് ചക്ക ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ റോഡിൽ നിന്ന് ഓടിച്ച് എന്നെ എടുത്തു, എന്നെ ഒരു തട്ട് കൊടുത്തു. പിന്നെ ആന പിന്നാലെ വന്നു. എനിക്കൊന്നും ഒരു ഓർമ്മ, പിന്നെ ഇങ്ങനെയൊന്നും ഓർമ്മയില്ല. അതിന് അവിടെ അവൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ആക്രമിക്കുക. ആന അവിടുന്ന് കുറച്ച് അവിടെ വന്ന് ആനയുടെ അടുത്ത് വന്ന് മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി ആന ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഓടി ഓടുന്ന ഓടത്തിൽ തുമ്പിക്കൈക്ക് കട്ട് ചെയ്തപ്പോൾ അത് നേരെ അങ്ങനെ തന്നെ അപ്പുറത്തെ തിരികെ കട്ടിങ് ചാടി വീണു. അങ്ങോട്ട് വീണ് പിന്നെ ആന അപ്പുറത്തും വരാൻ സ്പോട്ട് വരെ വന്നില്ല ആന. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന ഓർഡർ ചെയ്ത തിരിച്ച് പിന്നെ ആൾക്കാരൊക്കെ ഒറ്റപ്പാടും പലരും എല്ലാവരും ഓടി ആനനെ ഓടിച്ച് കുട കടത്തി വിട്ടു. അത് കഴിഞ്ഞ് അപ്പം കുറച്ച് വേദനയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഒത്തിരി വേദനയില്ല. അപ്പോൾ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടായില്ല. ഓർമ്മ ചെറിയ അത് കഴിഞ്ഞപ്പോൾ മുഖം കഴുകി റെഡിയാക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ രാവിലെ പോകാമെന്ന്. വേറെ വണ്ടികളൊന്നും വെച്ചിട്ടില്ലല്ലോ. വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലം നമുക്ക് ആ മൃഗങ്ങളുടെ ശല്യം കാരണം, ആനയുടെ ശല്യം കാരണം ഒറ്റ വണ്ടികൾ വിളിച്ചാൽ പറ്റില്ല. രാത്രി ഒരു വണ്ടി വരല്ലോ.